ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പാൽ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകം ഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്കാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സ്പൂണോ വിസ്കോ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് അരിയുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പൊടികൾ കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ പൊടികളും ചേർത്തി നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു ബൗളിൻ്റെ രൂപത്തിലൊന്ന് ആക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 ഗ്ലാസ് പാലാണ് ഇതിൻ്റെ കൃത്യമായ അളവ്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വലിച്ച് കുഴച്ചെടുത്തിട്ട് വരാം. ഒരു 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചാലേ ഉള്ളൂ നമ്മുടെ പാൽ കേക്കിൻ്റെ അകംഭാഗം നല്ല സോഫ്റ്റിലും അതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇനി നമുക്കിത് നേരത്തെ കുഴച്ച അതേ ബൗളിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂണോളം ഓയിലൊന്ന് മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് 3 ആക്കിയിട്ടൊന്ന് മടക്കിയെടുക്കാം. ആ വീഡിയോ എൻ്റെ നിന്നും മിസ്സായി പോയതാണ്. എന്നിട്ട് ഒരു ചപ്പാത്തി പരത്തുന്ന റോളർ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. പരത്തുമ്പോൾ ഈ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് കത്തി വെച്ചിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. ഈ ഷേപ്പിൽ തന്നെ മുറിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇവിടെയൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിരുന്നു. അതുപോലെ തീയെ എപ്പോഴും കുറവായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിയുകയും അകം വേവാതെയും ആവും. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അകം ഭാഗം ഒന്ന് വേവുന്ന വരെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറുമ്പോൾ നമുക്കതങ്ങോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരു കോട്ടിങ് പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.